നമസ്കാരം. നിലപാടുമില്ല, വോട്ട് ചോദിക്കാൻ പോലും കഴിവില്ലാത്തവരായി UDF അധപതിച്ചിരിക്കുകയാണ്. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പോളിംഗ് നാളെ നടക്കാൻ പോവുകയാണ്. കേരളത്തിൻ്റെയും തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി കഴിഞ്ഞു. ജനങ്ങളെ ബാധിക്കുന്ന മൂർത്തമായ വിഷയങ്ങളിൽ ഒരു നിലപാട് പോലും പറയാൻ ശേഷിയില്ലാത്ത UDFും ശക്തമായ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്ന LDFും തമ്മിലാണ് കേരളത്തിലെ പോര്. UDFിന് കേന്ദ്ര സാമ്പത്തിക നയങ്ങൾക്കെതിരെ നിലപാടില്ല, വർഗീയ നീക്കങ്ങൾക്കെതിരെ ശബ്ദവും ഉയർത്തുന്നില്ല, പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പ്രകടന പത്രികയിൽ പരാമർശം പോലുമില്ല. എന്തിന്? സ്വന്തം പാർട്ടിയുടെയോ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെയോ പതാക ഉയർത്തിപ്പിടിച്ച് നിവർന്നു നിന്ന് വോട്ട് ചോദിക്കാനുള്ള ഉത്സാഹം പോലും കോൺഗ്രസിനില്ല. ഇതിനെ അധപതനം എന്നല്ലാതെ വേറെന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? BJPയെ എതിർക്കുന്നതിൽ പ്രത്യയശാസ്ത്രപരമായോ പ്രായോഗികമായോ കോൺഗ്രസിന് ഒരു താല്പര്യവുമില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും അധികാരവും ഇവ രണ്ടിലുമാണ് കോൺഗ്രസിന് BJPയോട് അഭിപ്രായ വ്യത്യാസം. വാർത്ത ഉണ്ടാക്കുവാൻ PR ഏജൻസികൾ തയ്യാറാക്കുന്ന വാചകങ്ങൾക്കപ്പുറം സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ തുറന്നെതിർക്കുന്ന നേതാക്കൾ പോലും കോൺഗ്രസിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള കൊഴിഞ്ഞുപോക്കിന് ഒരു അവസാനമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ദിനം പ്രതി പുതിയ വാർത്തകൾ അതിനെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊരു വാർത്ത പോലും അല്ലാതെയായി മാറുകയും ചെയ്യുന്നു. ഒരു സാധാരണ സംഭവം. മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളിൽ തുടങ്ങി പലരും ഇന്ന് BJP ഓഫീസിലേക്ക് ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കുകയാണ്. പറഞ്ഞു വന്നത്, ഇന്ന് കേരളത്തിൽ NDAക്ക് വേണ്ടി മത്സരിക്കുന്ന 4-1 മുൻ UDFകാരാണ്. BJPയുടെയും RSSൻ്റെയും നയങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഇടതുപക്ഷത്തിന് മാത്രമാണ് നിലവിലുള്ളത്. ഉറച്ച നിലപാടുകൾ ഉയർത്താൻ ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിക്കേണ്ടത് അനിവാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുതിയ ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. 5 വർഷം കൂടുമ്പോഴുള്ള ഒരു സാധാരണ തെരഞ്ഞെടുപ്പല്ല. ഇത് രാജ്യത്തിന് നിർണായകമാണ്. മോദി എന്ന ദുരന്തത്തെ രാജ്യത്തെ ജനങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയെല്ലാം ജനങ്ങൾ വിധി എഴുതും. ഇന്ത്യ ഒരു മതേതര ജനാധിപത്യമായി നിലനിൽക്കണോ അതോ ഏകാധിപത്യ രാജ്യമായോ മതരാഷ്ട്രമായോ മാറണോ എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അംബേദ്കറിന് പോലും ഭരണഘടന ഇല്ലാതാക്കാൻ കഴിയില്ലെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. എന്നാൽ തങ്ങൾ വീണ്ടും ഭരണത്തിൽ വന്നാൽ ഭരണഘടന ഇല്ലാതാക്കുമെന്നാണ് BJPയുടെയും RSSൻ്റെയും നേതാക്കൾ പ്രസ്താവിച്ചത്. ഇന്ത്യയുടെ ഭരണഘടന ഇല്ലാതാക്കി ഹിന്ദു രാഷ്ട്രമായി മാറ്റാനുള്ള ലക്ഷ്യമാണ് BJPയും RSSും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വെച്ച് ഒറ്റ നേതാവെന്ന നിലയിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ഭാരത് ജോഡോ യാത്രയും ഭാരത് ന്യായ് യാത്രയും BJPക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും ഇടതുപക്ഷത്തിനെതിരെയാണ് രാഹുൽ മത്സരിക്കുന്നത്. ഇത് വെറും ദൂരക്കാഴ്ചയില്ലാത്തൊരു നടപടിയാണ്. ഒരു കാര്യം ഓർക്കുക, BJPക്കെതിരെ മതേതര ജനാധിപത്യ പാർട്ടികളുടെ സഖ്യമുണ്ടാക്കാൻ മുന്നിൽ നിന്ന പാർട്ടിയാണ് CPI.